ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം വീഡിയോ കാണാം. നമ്മുടെയൊക്കെ കയ്യിൽ ഇതുപോലത്തെ ബാഗോ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ബാഗൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സിബ്ബ് പോയി കഴിഞ്ഞാൽ നമ്മൾ മിക്ക ആളുകളും ആ ഒരു ബാഗ് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് സിബ്ബ് വയ്ക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാറാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ തയ്യൽ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ഈ ഒരു സിബ്ബിനെ മാറ്റി പുതിയ സിബ്ബ് വെച്ചെടുക്കാം കേട്ടോ ഈ ഒരു ബാഗിൽ. പുതിയ സിബ്ബ് വെക്കണേക്കാൾ മുപ്പാടെ നമുക്ക് ഈ ഒരു ബാഗിൽ ചെറിയൊരു പണിയുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഈ കാണുന്ന ഒരു മേൽഭാഗത്തുള്ള സിബിൻ്റെ വശല്ലേ, അത് നമുക്ക് പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റില്ല. അത് ഉള്ളിൽ നിന്ന് തയ്ച്ചിട്ട് മറച്ചിട്ടിരിക്കണതാണ്. താഴത്തെ ഈ ഒരു ഭാഗം നമുക്ക് ആ ഒരു നൂല് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വലിച്ച് ഊരിയെടുക്കാം. സിബിൻ്റെ വശം നമുക്ക് ഊരിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാഗിൽ നമുക്കൊരു ചെറിയ പണിയുണ്ട് കേട്ടോ. അതായത് ആ ഒരു സിബ്ബ് തയ്ച്ച് അവസാനിക്കുന്ന ആ ഒരു ഭാഗമല്ലേ, അവിടെ ഇതുപോലെ കെട്ടിട്ട് വെച്ചിട്ടുണ്ടാവും. ആ ഒരു കെട്ടിനെ നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് വിടിയിപ്പിച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് ആ ഒരു സിബിനെ നമുക്ക് ഇനി വലിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു ഭാഗത്ത് ആ ഒരു നൂല് വിടിയിപ്പിക്കുമ്പോഴേ നമുക്ക് വല്ലാതെ വലിക്കും ചെയ്യരുത് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നൂല് വിടിയിപ്പിച്ചെടുക്കാനായിട്ട്. നമ്മുടെ ആ ബാഗിൻ്റെ പുറത്തത്തെ ആ ഒരു തുണീനെയും കൂടിയിട്ട് ഉള്ളിലോട്ട് മടക്കിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കെട്ടിട്ട് വെച്ചിട്ടുള്ളത്. നമ്മൾ ഒരുപാട് ബലം പ്രയോഗിച്ച് വലിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഭാഗത്ത് ഒരുപാട് കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്തെടുക്കാം. ബാഗിൻ്റെ ഒരു സൈഡിലത്തെ ഒരു സിബിനെ നമ്മൾ മുഴുവനായിട്ട് ഊരിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലത്തെ സിബിനെ നമുക്കതുപോലെ ഊരിയെടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അതായത് നമ്മുടെ ആ ഒരു ബാഗ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ കൂടെ വെച്ചിട്ടാണ് ആ ഒരു ഭാഗത്തെ സിബിൻ്റെ ആ ഒരു ഭാഗം തയ്ച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലും കൂടി നമുക്ക് ഇതേപോലെ ആ ഒരു നൂല് കെട്ടിട്ട് കൊടുത്തിട്ടില്ലേ, അതിനെ നമുക്ക് ആദ്യം വിടിയിപ്പിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം ആ ഒരു സിബിൻ്റെ ആ ഒരു തെറ്റ് ഭാഗം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മുഴുവനായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു വശത്ത് മാറ്റാനായിട്ട് പറ്റുള്ളൂ. പഴയ സിബിൻ്റെ കുറച്ച് ഭാഗം നമ്മളിവിടെ നിർത്തണതേ. ഇനി നമുക്ക് പുതിയ സിബ് വയ്ക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിബിൻ്റെ സൈഡിൽ കൂടെ വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ബാഗിൽ നിന്നിട്ട് സിബിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പഴയ സിബിനൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പുതിയ സിബ് വെച്ച് കൊടുക്കാം. പുതിയ സിബ് വയ്ക്കാനായിട്ട് നമ്മളിവിടെ സിബ് എടുത്തിട്ടുണ്ട്. ഈ ഒരു സിബ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുറിച്ച് വാങ്ങിക്കുന്നതാണ്. ഇപ്പോൾ ടൈലറിങ്ങിൻ്റെ ഐറ്റം വാങ്ങിക്കുന്ന ഷോപ്പിൽ പോയിട്ട് നമ്മളിതുപോലെ ബാഗിനൊക്കെ വെക്കുന്ന സിബ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോരം വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ മുറിച്ച് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു സിബും അതിൻ്റെ റണ്ണറും വേറെ സെപ്പറേറ്റ് വാങ്ങിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ചുരിദാറിന് വെക്കുന്ന സിബൊന്നും എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ബാഗിന് വെക്കരുത് കേട്ടോ ആരും. അപ്പോൾ ഇതുപോലത്തെ സിബ് വാങ്ങിച്ചിട്ട് മാത്രം വയ്ക്കുക. എന്നാലാണ് കറക്റ്റ് നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ. ബാഗിൽ പുതിയ സിബ് വെച്ച് കൊടുക്കണൊക്കെ മുപ്പാടെ എന്തോരം അളവ് വേണമെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ബാഗിൻ്റെ ഒരു സൈഡിൽ നിന്നിട്ടും സിബിനെ ഇതേപോലെ ഇപ്പുറത്തെ സൈഡ് വരെ അളന്ന് പിടിക്കുക. അതിനേക്കാളും 2 ഇഞ്ച് നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡിൽ 1 ഇഞ്ചും ഒരു സൈഡിൽ 1 ഇഞ്ചും വെച്ചിട്ട് അങ്ങനെയാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാഗിൻ്റെ എപ്പോഴും സിബ് വയ്ക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വല്പം കൂടുതൽ ഇട്ടിട്ട് കട്ട് ചെയ്യുക. തയ്ച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ആ കൂടുതൽ നിൽക്കുന്ന ഭാഗത്തിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ബാഗിൻ്റെ ഒരു സൈഡിൽ സിബ് വെച്ചെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ സിബിൻ്റെ നല്ല വശത്തേക്ക് ബാഗിൻ്റെ ആ ഒരു സൈഡിനെ കറക്റ്റ് ഇതുപോലെ വെച്ചിട്ട് ഒരു സൈഡിൽ നിന്നിട്ടും ബാഗിൻ്റെ ഇപ്പുറത്തെ സൈഡ് വരെ നമുക്ക് മുഴുവനായിട്ട് തയ്ച്ചെടുക്കാം.
ബാഗിൻ്റെ ഒരു സൈഡിൽ സിബ്ബ് വെച്ച് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി നിൽക്കുന്ന ആ ഒരു നൂലുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ബാഗിൻ്റെ ഒരു സൈഡിലും കൂടി നമുക്ക് ആ ഒരു സിബിനെ തയ്ച്ചെടുക്കാം. അതിനായിട്ട് ഇതേപോലെ വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ആ ഒരു സിബ്ബ് തയ്ക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ കണ്ടോ ബാഗിൻ്റെ നമ്മൾ നേരത്തെ ആ ഒരു സിബിൻ്റെ ഭാഗം ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ആ ഒരു സിബിനെ വെച്ച് കൊടുക്കേണ്ടത്. നേരത്തെ നമ്മൾ തയ്ച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ നിന്നാണ് തയ്ച്ചത്. ഇത് നമ്മൾ പുറം വശത്ത് നിന്നിട്ടാണ് തയ്ക്കേണ്ടത്. അപ്പോൾ സിബിൻ്റെ നല്ല വശമല്ല, ഈ ചീത്ത വശം നമുക്ക് കാണുന്ന തരത്തിൽ മേൽഭാഗത്തേക്ക് വെക്കുക. അതിന് ശേഷം വേണം കേട്ടോ ആ ഒരു സൈഡിൽ കൂടെ തയ്ക്കാൻ. അത് മുഴുവൻ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സിബിനെ ഇതുപോലെ മറച്ചുള്ളിലേക്ക് ഇടുമ്പോൾ കറക്റ്റായിട്ട് നല്ല വശമായിട്ട് വരും. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ വെച്ച് തയ്ക്കേണ്ടത്. ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗത്ത് സിബ്ബ് വെച്ച് തയ്ച്ചെടുക്കാനായിട്ട് നമുക്ക് നല്ല എളുപ്പമാണ്. ഈ ഒരു ഭാഗത്ത് സിബ്ബ് വെച്ചിട്ട് തയ്ച്ചെടുക്കുമ്പോഴേ കുറച്ച് കട്ടി കൂടുതലായ കാരണം ഇത്തിരി ശ്രദ്ധിച്ചിട്ട് വേണം തയ്ച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു ഭാഗത്തും സിബ്ബ് വെച്ച് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. തയ്ച്ച് കഴിഞ്ഞാൽ സിബിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ബാഗിൻ്റെ ഉൾഭാഗത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ആ ഒരു ബാഗിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് രണ്ട് സിബിനും ഒരുമിച്ച് ഇതുപോലെ പിടിക്കുക. അതായത് സിബിൻ്റെ ചീത്ത വശമാണ് കേട്ടോ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗം. നല്ല വശം ബാഗിൻ്റെ പുറം ഭാഗത്തേക്കാണേ വരാം. രണ്ട് സിബിനും ഒപ്പം പിടിച്ചിട്ട് നമ്മുടെ ആ ഒരു റണ്ണർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഇതിൻ്റെ ആ ഒരു കുറച്ച് വീതിയുള്ള ഭാഗമല്ലേ ആ ഒരു സൈഡാണ് കേട്ടോ നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം ഒരു സൈഡ് ഇതുപോലെ സിബിൻ്റെ ആ ഒരു ഭാഗം ആ റണ്ണറിൻ്റെ അവിടേക്ക് കറക്റ്റ് വെക്കുക. അതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു സൈഡും കൂടിയും വെച്ചിട്ട് കറക്റ്റ് രണ്ട് സിബിൻ്റെയും ആ ഒരു തെറ്റത്ത് പിടിച്ചിട്ട് റണ്ണറിനെ വലിച്ച് കഴിഞ്ഞാൽ സിബ് കറക്റ്റായിട്ട് ഇങ്ങനെ അടഞ്ഞു വരും കേട്ടോ. സിബിൽ ആ ഒരു റണ്ണർ ഇട്ട് കൊടുക്കുമ്പോഴേ നമ്മളിപ്പം നമ്മുടെ ആ ഒരു സൈഡിലേക്ക് ഇരിക്കുന്നത് അതിൻ്റെ ചീത്ത വശമാണ് കേട്ടോ. നല്ല ഭാഗം പുറം ഭാഗത്തേക്കാണ് വരേണ്ടത്. അതും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മുടെ ബാഗിൻ്റെ സൈഡിലേക്ക് നൂലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊന്ന് ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ സിബ്ബ് പൂട്ടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുടുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പിടിച്ച് വലിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിബ്ബ് നാശമാവും. അപ്പോൾ അത് കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്കൊന്നും കൂടിയും ഇതുപോലെ ഇനി ഇട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് ഈ ഒരു സിബ്ബിൽ റണ്ണർ ഇടുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടിയും കാണിക്കാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ പിടിക്കുക, കറക്റ്റ് ഒപ്പം പിടിക്കുക രണ്ട് സൈഡും. അതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വലിക്കണ സമയത്ത് ഒരു കയ്യിൽ റണ്ണറും വലിക്കുക, നമ്മുടെ ആ ഒരു രണ്ട് സിബിൻ്റെയും തെറ്റുവശവും ഒരു കൈ കൊണ്ട് പിടിക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് ഒപ്പം കയറി വരും കേട്ടോ. ബാഗിൻ്റെ സിബിലെ റണ്ണറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ബാഗിൻ്റെ നമ്മൾ നേരത്തെ കെട്ട് പിടിപ്പിച്ച ഭാഗമല്ലേ അവിടുത്തെ ആ ബാഗിൻ്റെ മെറ്റീരിയലിനെ ഒന്ന് മടക്കി വെച്ചിട്ട് തയ്ച്ചെടുക്കണം കേട്ടോ ആ ഒരു ഭാഗത്ത്. പിന്നീട് നമ്മുടെ ആ ഒരു ബാഗിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ആ ഒരു സിബ് നിൽക്കുന്നുണ്ടാവും, അവിടെ ഒന്ന് വെച്ചിട്ടൊന്ന് കെട്ടിട്ട് എടുക്കണം കേട്ടോ. ഇതേപോലെ നമ്മുടെ ബാഗിൻ്റെ രണ്ട് സൈഡിലും ഉള്ള ആ ഒരു സിബിൻ്റെ അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ആ വിടിയിപ്പിച്ച ഭാഗത്ത് ഒന്ന് കൂട്ടി വെച്ച് തയ്ച്ചെടുക്കുകയും ചെയ്യണം.
ഇതേപോലെയൊക്കെ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ ആ ഒരു ബാഗിൻ്റെ സിബ് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊരു എളുപ്പത്തിലാണ് നമ്മുടെ ആ ഒരു നാശമായിട്ടുള്ള ആ ഒരു ബാഗിൽ സിബ് വെച്ചെടുത്തതെന്ന് കണ്ടില്ലേ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നാശമായിട്ടിരിക്കുന്ന ബാഗുകളൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് സിബ് വെച്ചെടുക്കാം കേട്ടോ. പിന്നീട് നമുക്ക് നല്ല രീതിക്ക് തന്നെ അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതുപോലെ സിബ് പോയിട്ടുള്ള ബാഗുകൾ ഇനി പുറത്ത് നമ്മൾ ഇതുപോലെ സിബ് വയ്ക്കുന്ന സ്ഥലങ്ങൾ അന്വേഷിച്ച് പോകേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നമുക്ക് തന്നെ ഇത് ഇത്തിരി നേരം ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രത്തോളം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.